പെരുമഴയത്ത് ഞങ്ങൾ പെരുവൽ ഹെൽത്ത് സെന്ററിലാണ് പോകുന്നത്. നല്ല മഴ വരുമോ, മഴ പോവാന്നതിലാട്ടോ മഴ. അപ്പൊ ഞങ്ങൾ അവിടെ എത്തി. അപ്പൊ ഞങ്ങളോട് നേഴ്സ് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് പേടിയാവാ. അമ്മയാണെങ്കിൽ കുറച്ചും കൂടി പേടിപ്പിക്കാണ്. കുത്തിവയ്പ്പ് എടുക്കുന്ന വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. ചെറുതായിട്ട് എടുക്കാൻ കഴിഞ്ഞില്ല. നല്ല വേദന ഉണ്ടായിരുന്നു. സൂചി കരഞ്ഞ് ചെറുതായിട്ട് ഇങ്ങനെ കുത്തിക്കഴിഞ്ഞ് പേടിക്കാണെങ്കിൽ കാലും കയ്യിലുണ്ട്. എനിക്ക് കയ്യിൽ കുത്തിക്കാൻ ആകെ വേദന ഉണ്ടായിരുന്നു. പ്രശ്നമില്ല, കുത്തണ പ്രശ്നമില്ല. എടുക്കുമ്പോഴുള്ള വേദന അത് വേറെ എവിടെയും കിട്ടൂലേ. ഇവിടെ വീടിന്റെ അവിടെ എത്തിന്റെ കൈ കുത്തി, എത്തിന്റെ കൈ കുത്തി. എങ്ങനെ പറയാൻ പറഞ്ഞു, എന്താ ചെയ്യാൻ പറഞ്ഞില്ല. കൈ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. കൈയൊന്നും അച്ഛനോട് തിന്നാൻ പറ്റിക്കല. അതാണ് എന്റെ സന്തോഷം. അപ്പോൾ ഞാൻ പീലിമോക്ക് വേണ്ടി മിഠായി വാങ്ങാൻ പോയി. അപ്പോൾ ഞാൻ മിഠായി വാങ്ങി. മുന്നിൽ തന്നെ നല്ല വലിയൊരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. അത് നോക്കിയിരിക്കുകയായിരുന്നു. നല്ല മഴയുണ്ട് പുറത്ത്. പിന്നെ പീലിമോൾ നല്ല ആസ്വദിച്ച് മിഠായി തിന്നുമായിരുന്നു. പെരുവയൽ ഗ്രാമപഞ്ചായത്ത് കുടുംബ ആരോഗ്യ കേന്ദ്രം ഒന്ന് ഇറങ്ങാൻ പോവാണ്. കോട്ടൊക്കെ ഇട്ട് നല്ല മഴ ഉണ്ട്. ഈ സമയത്ത് പോവാണ്. നല്ല മഴ ഉണ്ട്. നല്ല മഴ ഉണ്ട്. ഇവിടൊക്കെ നല്ല വെള്ളം കയറിയിട്ട് കണ്ടു. ഇവിടൊക്കെ ഈ വീട്ടിലൊക്കെ നല്ല വെള്ളം കയറി. അവിടൊക്കെ കാണിച്ചാൽ എത്രയാ വെള്ളമൊന്നുമല്ല. വെള്ളമുണ്ട്. വരുന്നത് കാണിക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. പോകുന്നത് കാണിക്കാണ്. ചെറിയ ചാറൽ മഴ ആയതുകൊണ്ട് തന്നെ അത്ര പ്രശ്നമൊന്നുമില്ല. പോവാണ്. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. പക്ഷെ അവിടെ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ ബർഗർ ഓർഡർ ചെയ്തു. അമ്മയും അച്ഛനും ചായ ഓർഡർ ചെയ്തു. ഞങ്ങൾ ബർഗറിന് വേണ്ടി കാത്തിരിക്കാട്ടോ. അപ്പോൾ വാമിനെ കുറച്ച് നേരം കളിപ്പിച്ചപ്പോൾ അച്ഛൻ്റെ അടുത്ത് നിന്ന് ചെറിയൊരു ചീത്ത കേട്ടോ. ഞാൻ അതിന് പിണങ്ങിയിരുന്നു കേട്ടോ. പിണങ്ങിയിരിക്കുകയായിരുന്നു കുറച്ച് നേരം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ബർഗർ വന്നു. പിന്നെ ബർഗറിലായി എൻ്റെ കണ്ണ്. ഞാനും അച്ഛനും കഴിച്ചു. അങ്ങനെ ഞാൻ ചായ കുടിച്ച് വീട്ടിലെത്തിയപ്പോൾ പിന്നെ ഡാൻസായി. ഡാൻസോട് ഡാൻസ്. ഞാനും എൻ്റെ അനിയത്തിയായിരുന്നു. അവളൊരു ബിസ്ക്കറ്റും കഴിച്ച് ഡാൻസ് കളിക്കുകയായിരുന്നു. ഞാനും അങ്ങനെ ഡാൻസ് കളിച്ചു. എനിക്കും എൻ്റെ അനിയത്തിക്കും ഒരു വേദന ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.